ഓടി പടാമാടി നിലാവമേരി എല്ലാ പുരുഷനും മാന്യനല്ല, പിന്നെ എല്ലാ പുരുഷനും മൈരനല്ല. ഇൻട്രസ്റ്റഡ് ആണ്, അവളൊന്ന് കാണണം, അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന്, പിന്നെ നാളൊന്ന് കാണാൻ പോകണം, നീ വരുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് അവന്റെ കൂട്ടി. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ദീപകിന്റെ വിഷയം തന്നെയാണ്. ആ നരഭോജിയെ അല്ലെങ്കിൽ ആ ശമന്തീനിയെ പിടിക്കുന്നത് വരെ, ഇതിനൊരു തീരുമാനമാകുന്നത് വരെ ഞാൻ ഇതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് വളരെ സന്തോഷം തരുന്ന ചില വാർത്തകൾ ഉണ്ടായി. അതിൽ ഒന്നാമത്തെ വാർത്ത മറ്റൊന്നുമല്ല, രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 3,17,000 രൂപയോളം ഈ പറയുന്ന ദീപകിന്റെ ഫാമിലിക്ക് കൊടുക്കുന്ന ഒരു സംഭവം അറിഞ്ഞ് വളരെ വളരെ സന്തോഷം തോന്നി. ഞാൻ എപ്പോഴും ഈ പറയുന്ന മെൻസ് കമ്മീഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ തന്നെയാണ്. മെൻസ് കമ്മീഷൻ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെ. പക്ഷേ അവന്റെ തലപ്പത്ത് ഈ വട്ടിയൂർക്കാവ്, അവന്റെ പേരെന്തോന്ന്, അവനെ പോലുള്ളവർ ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് എതിരഭിപ്രായം. ഈ വട്ടിയൂർക്കാവിലുള്ള ആ നാളികടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന മെൻ കമ്മീഷൻ എന്ന് പറയുന്നത് സ്ത്രീവിരുദ്ധതയല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. കാരണം സഭാദിനെ പോലുള്ളവരെ ഒരു പുരുഷൻ എന്തെങ്കിലും ഒരു സംഭവം പറ്റി എന്ന് പറഞ്ഞ ഉടനെ അത് പുരുഷനാണ് ശരി എന്നുള്ള രീതിയിൽ പ്രതികരിക്കരുത്. അവിടെ പുരുഷൻ ശരിയാകാം, സ്ത്രീയും ശരിയാവാം. അപ്പൊ അത് കണ്ടറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ പ്രതികരിക്കാനുള്ളത്. അതായത് മെൻ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ സ്ത്രീ വിരുദ്ധതയല്ല. ഒരു ആർക്കെങ്കിലും എന്ത് പറ്റുമ്പോൾ എപ്പോഴും ഈ പറയുന്ന സ്ത്രീ തന്നെയാണ് തെറ്റ് എന്ന് കരുതുന്ന വട്ടിയൂർക്കാവ്, അവന്റെ പേര് എനിക്ക് പറഞ്ഞു കേട്ടോ, അവനെ പോലുള്ളവരെ മാത്രമാണ് എനിക്ക് കണ്ടെടുത്താൻ കണ്ടു. അല്ലാതെ മെൻ കമ്മീഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, അതായത് ഈ പറയുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സംഭവം വളരെ വളരെ ഭയങ്കരമായിട്ട് ഈ ന്യൂസ് സ്പ്രെഡ് ആവുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ, തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് റീൽസുകൾ ഇഷ്ടമായി. ഞാൻ നോക്കുമ്പോൾ തമിഴ്നാട്ടിലുള്ളവരുടെ റീച്ച് അത്രയ്ക്കാണ്, അവർക്ക് അത്രയ്ക്ക് റീൽസുകൾ ഇടുന്നുണ്ട്. ഇതിനകത്ത് ഫേക്കായിട്ടുള്ള ഒരുപാട് റീൽസ് വരുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫേക്ക് ന്യൂസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഹൃദയസ്പർശിയായ പല റീൽസും വരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ആദ്യം നമുക്ക് ആ ഹൃദയസ്പർശിയായ റീൽസ് കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതിനുശേഷം കുറെ ഫേക്ക് ന്യൂസുകൾ ഇതിനകത്ത് ഈ പറയുന്ന പ്രചരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം ഇതും ഒരു തമിഴ്നാട്ടിൽ അവരുള്ള ക്രിയേറ്റ് ചെയ്ത ഒരു റീലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ദീപകിന് സംഭവിച്ചത്, ഈ ആരായിരുന്നു ഈ ഷിംജിതയുടെ ഉദ്ദേശം എന്തായിരുന്നു, വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ അവരത് ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്ക് ആ ഒരു റീല് എന്തായിരുന്നു ദീപകിന് സംഭവിച്ചത് എന്ന് വളരെ ലളിതമായും വളരെ ഹൃദയസ്പർശിയായിട്ടും അവർ ആ ഒരു റീൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് കാണാം. ஓகே, நானும் இன்ஸ்டாகிராம்ல என்னோட ஒரு வீடியோவாவது வைரல் ஆகும்னு பாக்குறேன். ஒரு வீடியோ கூட வைரல் ஆக மாட்டேங்குது. ஏய் ஒரு நிமிஷம் இரு, ஒரு செம்ம கண்டென்ட் மாண்டிருக்கு, நான் ஒரு நிமிஷத்துல கால் பண்றேன். நட்சத்திர பூவே வந்துட்டமா ஏமா உம்முன்னு உட்காந்துருக்க? வழி வழி எல்லாம் மா உன்னதானே கேக்குறேன், ஏமா சோகமா உட்காந்துருக்க? நீ பண்ண வேலைக்கு கூச்சமே இல்லாம வந்து நிக்கிற. உன்னை பெத்ததுக்கு எல்லாரும் முன்னாடி தலைகுறைய வச்சுட்டேல தூ வாசம். மாமா இங்க பாடுங்க, நீங்க ரீல்ஸ்ல வரீங்க. ப்ளீஸ் இந்த வீடியோல எனக்கு பப்ளிக்கா நடந்த ஹராஸ்மெண்ட்டை போஸ்ட் பண்றேன், பாருங்க. ஓடி படாமாடி நிலாவமேரி தினாவ சூடி போல பித்தே. ஏய் காலையில ஃபேக்கா ஒரு ஹராஸ்மெண்ட் வீடியோ போட்டேன்ல, வியூஸ் லைக்ஸ் பிச்சிட்டு போயிடுச்சுடி. 1 lakh ஃபாலோவர்ஸ் வேற வந்துட்டாங்க. உள்ளிருந்து பேசும் மொத்த குரல் போதும், பிஞ்சு விரல் எங்க கொஞ்சம் கூட எங்க, அஞ்சுகமே கண்ணே.
സി കണ്ടോ, വളരെ വ്യക്തമായിട്ട് ആ ഒരു ചെറിയൊരു 2 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു റീലിൽ കൃത്യമായിട്ടുണ്ട് ഏത് അവസ്ഥയിലൂടെയാണ് ഈ പറയുന്ന നമ്മുടെ ദീപക് കടന്നുപോയത് എന്ന്, എന്തുകൊണ്ടാണ് ആ പറയുന്ന ഈ നരഭോജിയായ ഈ ശമന്തിനിയായ ഈ ഷിംജിത എന്തുകൊണ്ടാണ് ആ റീലെടുത്ത് വളരെ കൃത്യമായിട്ടുണ്ട്. നമ്മളിവിടെ ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ പുള്ളി എന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. അതായത് ഇതുപോലുള്ള ചെയ്യുന്ന ഞരമ്പ് രോഗികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ നമ്മൾ പലപ്പോഴും വിത്ത് പ്രൂഫ് അടക്കം നമുക്ക് കണ്ടിട്ടുണ്ട്. അവരാരെങ്കിലും ആത്മഹത്യ ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരാരും ആത്മഹത്യ ചെയ്തിട്ടില്ല. കാരണം അവർക്കിത് സ്ഥിരമാണ്, അവർക്കിതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. ഇത് എന്താണ് വർഷങ്ങളായിട്ട് അവൻ ചെയ്തുകൊണ്ട് കിടക്കുന്നത്. ഇതല്ല ഇതിന്റെ അപ്പുറമുള്ള ഹരാസ്മെന്റ്. ഇത് കിട്ടിയാലും കുഴപ്പമില്ല. ഞാൻ ഈ സവാദിനെ പോലെയുള്ളതാണ്. അവനെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ട് അവൻ വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പുള്ളി കൂലും അറിയാത്തൊരു കേസ് ഈ പറയുന്ന പലവരും എന്താണ് അവരുടെ വീട്ടുകാർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോ ഒക്കെ ഒരു തരത്തിലും ചിലപ്പോൾ ഇവൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ഒരു ചിലർ ചിലപ്പോൾ ഇവൻ ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിക്കുമല്ലോ എന്ന് കരുതി. കാരണം ഇതുവരെ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോയിട്ടില്ലാത്തൊരു മനുഷ്യന് പെട്ടെന്ന് ഇങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു തീരുമാനം, വണ്ടത്തരമായ ഒരു തീരുമാനമായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഒരുപോലുള്ള മനസാന്നിധ്യം, മനക്കട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു റീലാണ് കേട്ടോ ആ ഒരു സാധനം. അടുത്ത മറ്റൊരു റീല് ഒരു ചെറിയൊരു പാട്ടാണ്, അതുകൂടി കാണാം. ആണായി പിറന്നത് എന്റെ കുറ്റോ അല്ലെ കേരള നാടിന്റെ ശാപമിതോ, അരച്ചാണ് വയറൊന്ന് നിറക്കുവാനായി ആയുസ്സിൻ പകുതിയും ഓടുമ്പോഴാ എന്റെ ജീവിതം തോളിലേന്തി നിൽക്കുമ്പോഴാ ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറുമ്പോഴാ മുട്ടിന്നും കള്ളം പറഞ്ഞുകൊണ്ട് സിനിമ ഷൂട്ടിങ് ബസ്സിന്ന് തുടങ്ങില്ലോ. എല്ലാ പുരുഷനും മാന്യനല്ല, പിന്നെ എല്ലാ പുരുഷനും മൈരനല്ല. എല്ലാ പുരുഷനും മാന്യനല്ല, പിന്നെ എല്ലാ പുരുഷനും മൈരനല്ല. പ്രതികരിക്കൂ സമൂഹമേ. വളരെ ഹൃദയത്തിൽ തൊടുന്ന വരികളാണ് ഇതിനകത്തുള്ളത് എന്നുള്ളത്. എല്ലാ പുരുഷരും എന്തിനാണ് മാന്യരല്ല, പക്ഷെ എല്ലാ പുരുഷരും എന്തിനാണ് കുറ്റവാളികളുമല്ല എന്ന് വളരെ അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ 2 റീലുകളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഈ 2 റീലുകളും വളരെ ഭംഗിയായിട്ടും ഹൃദയസ്പർശിയുമായിട്ടാണ് ഇവരെടുത്തിരിക്കുന്നത്. ഈ ഒരു സംഭവം എങ്ങനെ നടന്നു, എന്താണ് അതിൻ്റെ യഥാർത്ഥ കാഴ്ച എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർ വരച്ച് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് ഫേക്ക് ന്യൂസിന് പോകുന്നത് ഒരുത്തൻ ഒരു പ്രസ്താവന നടത്തി, അതും കൂടി ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഫേക്ക് ന്യൂസിലേക്ക് പോവാം. ഒരു സാധനം മരിക്കണമെന്ന് തോന്നി നമ്മൾ ഉറപ്പിച്ച് പിന്നെ നാണം കെട്ടു മരിക്കണമെന്ന് തോന്നിയാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഈ അപരാധം പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ ചെന്നിട്ട് ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കും. കണ്ട ഈ ഒരു നാറി പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നവരെ പോയി ബലാത്സംഗം ചെയ്യണം. ഇവനൊക്കെ ആരടാ? അതിന്റെ ഇടയിൽ കൂടി ഇവൻ എന്ത് ചെയ്താൽ കൊള്ളാം? ഇങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികളെ പോയി ബലാത്സംഗം ചെയ്യണമെന്ന് ഇവൻ സമൂഹ മാധ്യമം വഴി ആഹ്വാനിക്കുകയാണ്. ഇവൻ ഏതോ ഒരു BJP-യുടെ എന്തോ ഒരു സ്ഥാനാർത്ഥി, ഇത് ഞാൻ അന്നേ പറഞ്ഞു, ഇതിനകത്ത് BJP-യോ കോൺഗ്രസോ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റോ അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ അവന്റെയൊക്കെ വ്യക്തിത്വമാണ്. ഇനി ഇത് പറഞ്ഞതിന് ശേഷം ഇവനെയൊക്കെ വീണ്ടും ആ സ്ഥാനത്ത് നിർത്തി മത്സരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എന്നുള്ളതാണ്. മനസ്സിലായോ? ഇത് വെള്ളമടിച്ച് കഞ്ചാവടിച്ച് ഒരു ബോധമില്ലാതെ വന്ന് പറയുന്നവർ എത്ര വിവരമുണ്ടെന്ന് നോക്കി. ഇങ്ങനെയുള്ള പെൺകുട്ടികളെ അടുത്ത വലിയൊരു കുറ്റത്തിലേക്ക് ഈ പറയുന്ന ബലാത്സംഗം എന്ന് പറഞ്ഞാൽ ചെറിയെന്നാണ് അവൻ പറയുന്നത്. അവരെയൊക്കെ പോയി ബലാത്സംഗം ചെയ്യണമെന്ന്. ഇതാണ് സംഭവം. അത് വിട്. ഇനി നമുക്ക് കുറച്ച് ഫേക്ക് ന്യൂസുകളിലേക്ക് കിടക്കാം. എനിക്ക് തോന്നുന്നത് എല്ലാം ഫേക്ക് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദ്യത്തെ ഒരു ന്യൂസാണ് العاجلة الليلة من دبي المشتبه به في قضية مقتل شنجخة مصطفى رجاء التواصل مع شرطة دبي لأي معلومات. പാൻ ഇന്ത്യൻ റീച്ച് ആവാൻ പോയിട്ട് ഇപ്പോ ഇന്റർനാഷണൽ റീച്ച് ആണല്ലോ. ഇത് കണ്ടോ, ഇത് വേറൊരു റീലാണ്. ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ എന്താണ് നമ്മുടെ ആ ഒരു ചാനലിന്റെ പേര് തന്നെ തെണ്ടി എന്നാണ്. മനസ്സിലായോ? അതായത് ഏതോ ഒരു അറബിയിൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അറബിയിൽ പറയുന്നത് എന്താണ്, ഈ പറയുന്ന ഈ പെൺകുട്ടിയെ കുറിച്ച് എന്തോ പറയണം. അപ്പൊ മൊത്തം പറയുന്നുണ്ട് എന്താണ് പാൻ ഇന്ത്യൻ റീച്ച് ആയെന്നോ മറ്റത് മറിച്ചതോ ഒക്കെ ആയി. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതൊരു എഡിറ്റഡ് വീഡിയോ അല്ലെങ്കിൽ AI വീഡിയോ ആയിട്ടാണ്. അതെനിക്കൊരു എഡിറ്റഡ് വീഡിയോ ആണ്. ആ ഒരു അവളുടെ ഫോട്ടോ മാത്രം എഡിറ്റ് ചെയ്ത് കയറ്റിയ ഒരു വീഡിയോ ആയിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് എന്നുള്ളതാണ്. ഇനി അടുത്ത മറ്റൊരു ഈ പറയുന്ന ഒരു ഫേക്ക് ന്യൂസും കൂടി എനിക്ക് തോന്നുന്നു ഇതും ഫേക്ക് ആണെന്ന്, അതും കൂടി ഇടാം. ദുബായിലെത്തിയിട്ടുണ്ട്. ആള് ദുബായിലെത്തി.
അപ്പോൾ ഓൾറെഡി ആ ഒരു ഓഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ദുബായിൽ നിന്നുള്ള ഒരു ഓഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ആ ഓഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം. ബ്രോ ഇന്നലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 11 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ നൈഫിനാണ് താമസം, കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് അവർ കണ്ണൂരിലുള്ള തന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടതാണ്. പക്ഷെ അവന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, അവളൊന്ന് കാണണം, അവിടെ ഇന്നലെ ലാൻഡ് ചെയ്തിന്, പിന്നെ നാളൊന്ന് കാണാൻ പോകണം, നീ വരുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് അവന്റെ കൂട്ടുകാരനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. അപ്പോൾ അവൾ ഇന്നലെ ലാൻഡ് ചെയ്തിന് സംഭവം. അവിടെ ഉണ്ട്, കറാമയിലുണ്ടെന്ന് ഉറപ്പാ, 100% ഉറപ്പാ. ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു ഈ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്. മനസ്സിലായ കറാമയില് അവിടെ എവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. നമ്മളെ ഒന്ന് ആരാധകരെ പോലെ നമ്മളെ ഒന്ന് എനിക്ക് കാണണമെന്ന് വളരെ ആഗ്രഹമാണെന്ന്, എന്തിനാണെന്ന് അറിയില്ല. ഇതും എനിക്ക് ഫേക്ക് ന്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവൾ ഇവിടെ തന്നെയുണ്ട്. നമുക്ക് കുറച്ചു മുമ്പേ വന്ന ഒരു വാർത്തയിൽ ബാംഗ്ലൂരോ അവിടെ എവിടെ ഇവളുണ്ട്, ഉടനെ തന്നെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതും ഫേക്ക് ന്യൂസ് ആണ്. അതുമല്ല മറ്റൊരു ഫേക്ക് ന്യൂസ് കറങ്ങുന്നുണ്ട്. അതിന്റെ ഇതില്ല. അതായത് പണ്ട് ഒരു എനിക്ക് ഏതാണ്ട് 6-7 മാസം മുമ്പ് ഒരു ഭർത്താവ് മരിച്ചതിന് ശേഷം, ഭർത്താവ് മരിച്ച അന്ന് തന്നെ കാമുകനുമായിട്ട് മുങ്ങിയ ഒരുത്തിയുണ്ടല്ലോ, അവളെ പോലീസ് പിടിച്ചു. അതിന്റെ റീലെടുത്ത് അത് ഈ പെൺകുട്ടിയുമായിട്ട് രൂപസാദൃശ്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയാണ് പിടിച്ചത്. തമിഴ്നാട് മൊത്തം കേരള സർക്കാർക്ക് അടിപൊളി, കേരള പോലീസുകൾക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ 1 കോടി രൂപ പിന്നീട് പിന്നെ ശിക്ഷയും എത്ര തടവെന്നൊക്കെ, അതൊക്കെ ഫേക്ക് ന്യൂസ് ആണ്. അത് ഈ പറയുന്ന തമിഴത്തികൾ ഇടുന്നത് പോട്ടെ, അല്ലെങ്കിൽ തമിഴന്മാർ ഇടുന്നത് പോട്ടെ, മലയാളികൾ വരെ, മലയാളിയായ പെൺകുട്ടി ഇൻഫ്ലുവൻസേഴ്സ് വരെ ഈ ഒരു സാധനം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. ഏതോ ഒരു പെൺകുട്ടിയൊക്കെ എടുത്ത് വളരെ ആധികാരികമായിട്ട് പറയണത് ഇത് അവളെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതും പക്ക ഫേക്ക് ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഞാൻ മനസ്സിലാക്കുന്നത് അവൾ ഒരിടത്തും പോയിട്ടില്ല, അവൾ ഇവിടെ തന്നെ ഉണ്ട്. അവൾ ഈ പറയുന്ന ഇതിന് അവരുടെ സുഹൃത്തുക്കൾ ഈ ബാംഗ്ലൂർ അവിടെ എവിടെയെങ്കിലും തന്നെ ഈ ഇന്ത്യക്കകത്ത് തന്നെ എന്തായാലും ഈ പറയുന്ന ഇവിടെ കേരളം വിട്ട് പോയിട്ടുണ്ടാവാം. അവിടെ എവിടെയെങ്കിലും തന്നെ കാണാം. അവളെ ഇന്നല്ലെങ്കിൽ നാളെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള, അതായത് ഗൾഫിലോട്ട് പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഈ പറയുന്ന ഈ പ്രചരിക്കുന്ന വോയിസുകളെല്ലാം ഫേക്ക് ആയിട്ടുള്ള വോയിസുകളാണ്. അതിനോടൊപ്പം നമുക്ക് എടുത്തു പറയാനുള്ളത് വളരെ ഹൃദയസ്പർശിയായ പല റീലുകളും ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നുന്ന ഒക്കെ റീലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.